ഇതൊക്കെ നിയന്ത്രിച്ചു പോരുന്ന ഒരു തമ്പുരാനുണ്ട്. കടൽക്കരയിൽ പോയാൽ നാം കേൾക്കുന്ന തിരമാലയുടെ ഓരോ ഗാനത്തിലും അവന്റെ വാക്കുകൾ മുഴങ്ങുകയാണ്, അവന്റെ ഗീതങ്ങൾ മുഴങ്ങുകയാണ്, അവന്റെ പ്രകീർത്തനങ്ങൾ മുഴങ്ങുകയാണ്. കിഴക്കുദിക്കുന്ന സൂര്യനിലും പടിഞ്ഞാറസ്തമിക്കുന്ന ചന്ദ്രനിലും അവന്റെ കഴിവ് പ്രകടമാവുകയാണ്. ഒരു ചെറിയ പൂവ് പൂത്തിട്ട് അതിൽ കായുണ്ടാകുന്നതിൽ അവനുണ്ട്, തെങ്ങും തൈ വളർന്നു വരുന്നതിൽ അവനുണ്ട്, സകലമാന ശക്തികളിലും അവനുണ്ട്. എല്ലാം നിയന്ത്രിച്ചു പോരുന്ന തമ്പുരാനും അവൻ തന്നെയാണ്. ഇനി നാളെ സംഹരിക്കുന്നവനും അവൻ തന്നെയാണ്. അവനാണ് മാലിക്കു യൗമുദ്ദീൻ, അവനാണ് പ്രതിഫല ദിവസത്തിന്റെ നാഥൻ, അവനാണ് നാളെ സംഹരിക്കാൻ പോകുന്നവൻ. മുതാ സംഹരിച്ചും വെറുതെ നശിപ്പിച്ചിട്ടും രസിച്ചും രമിച്ചും നശിപ്പിച്ചിട്ടൊരു രസം, അതും ഈ സൃഷ്ടാവിന്റെ ലീലകളിൽപ്പെട്ടതാണെന്ന് ശ്രീനാരായണ ഗുരു പറയും. അങ്ങനെയുള്ള മനുഷ്യ മഹാത്മാക്കൾ അവരൊക്കെ കണ്ടെത്തിയ പ്രപഞ്ചത്തിന്റെ തമ്പുരാൻ, ആ തമ്പുരാന്റെ സാന്നിധ്യം കാലത്തിന്റെ വിളിയാളമായി മനുഷ്യൻ കേൾക്കുമ്പോൾ ആ വിളിയാളം മുഴങ്ങാൻ വേണ്ടി ലോകത്തേക്ക് വന്നു. 1.25 ലക്ഷമാണ് ഈ ലോകത്തേക്ക് വന്ന പ്രവാചകന്മാർ. കാലത്തിന്റെ വിളിയാളം മനുഷ്യന്റെ മുമ്പാകെ മുഴക്കാൻ, മനുഷ്യ നീ ജീവിക്കുന്ന പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ഇതിനൊരു നാഥനുണ്ട്. നീ പാർക്കുന്ന ലോകം വെറുതെ ഉണ്ടായതല്ല, ഒന്നും വെറുതെ ഉണ്ടാവുകയില്ല. ഒരു പൂ പോലും വെറുതെ വിരിയുന്നില്ല, ഒരു പൂച്ചക്കുട്ടി പോലും വെറുതെ ജനിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ സോവിയറ്റ് റഷ്യയിലെ മോസ്കോവിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ദി കോഡ് ഓഫ് ലൈഫ് എന്ന ഒരു പുസ്തകത്തിൽ എ ഷ്വാർട്സ് എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നു, ഏറ്റവും മെച്ചപ്പെട്ട, ഏറ്റവും പൂർണ്ണമായ ഒരു യന്ത്രത്തെക്കാൾ 100 ഇരട്ടി മെച്ചപ്പെട്ട രൂപത്തിലാണ് മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത്. അത് ഏതാണ്? ഈശ്വരവിശ്വാസമൊന്നുമല്ല, മോസ്കോ എന്നാണ് സാധനം വരുന്നത്. അപ്പൊ തന്നെ മനസ്സിലാവും. മോസ്കോ, സോവിയറ്റ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോവിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകം ദി കോഡ് ഓഫ് ലൈഫ്. ഷ്വാർട്സ് എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറയുന്നു, ഏറ്റവും നല്ല ഒരു യന്ത്രത്തെക്കാൾ 100 ഇരട്ടി മെച്ചപ്പെട്ട രൂപത്തിലാണ് മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത്. അവന്റെ സെല്ലുകളുടെ വിഭജനം അതിനേക്കാൾ അത്ഭുതകരമാണ്. അവന്റെ സെല്ലുകൾ, ഇപ്പൊ ഈ ജീനുകളെ പറ്റി കണ്ടെത്തിയത് വലിയൊരു അത്ഭുതമാണല്ലോ. ജീൻ എന്താ ജീനിന്റെ സ്ഥിതി? ജീനിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ഗുണഗുണങ്ങൾ തലമുറയായി മക്കളിലൂടെ വരുന്നതാണ്. ഇപ്പൊ പല രോഗങ്ങളും അങ്ങനെയാണ്. എന്റെ സഹോദരങ്ങൾ കഥയറിയുമോ? പല്ലുവേദന പോലും പാരമ്പര്യാന്നാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾ 1000 കോൾഗറ്റ് കൊണ്ട് പല്ല് തേച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആ രോഗമുണ്ടായിരുന്നെങ്കിൽ അത് തലമുറയായി നിങ്ങളിലേക്ക് എത്തും. ഒരു നിസ്സാരമായ രോഗം, പല്ല് ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ വരുന്ന രോഗമാണ് പല്ലുവേദന. അങ്ങനെ എത്ര രോഗം, മാരകമായ രോഗങ്ങളും ചെറിയ രോഗങ്ങളും, മാറാത്ത തലവേദനകൾ, അതങ്ങനെ വരുന്നു. ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാണ് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം. അത് ഭക്ഷണം കഴിച്ചാലൊക്കെ വരുന്നല്ലേ നിങ്ങളും ഞാനും മനസ്സിലാക്കി വെച്ചത്. സംഗതി ശരിയാണ്, കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഉണ്ടാവുന്നത്. പക്ഷേ കുടുംബത്തിൽ മാതാവിനോ പിതാവിനോ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ മകനോ മകളോ എത്ര നിയന്ത്രിച്ചാലും ചില പ്രത്യേക കേസുകളിൽ പാരമ്പര്യമായി അവർക്ക് ബ്ലഡ് പ്രഷർ എന്ന രക്തസമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട് എന്ന് വൈദ്യശാസ്ത്രം. അപ്പൊ ഈ മാതാവിന്റെ ഈ ജീനുകൾ, പിതാവിന്റെ ജീനുകൾ മക്കളിലേക്ക് ഇങ്ങനെ ചെല്ലാണ്. അപ്പൊ ഈ അസുലിന്റെ ഗുണം കാട്ടുന്നൊക്കെ പറയുന്ന പഴമക്കാരെ വർത്താനൊക്കെ എത്ര ശരിയാന്ന് മനസ്സിലാവും. അസുലിന്റെ ഗുണം കാട്ടും, ഉള്ളീന്റെ ഗുണം കാട്ടുന്നൊക്കെ പഴയ ആൾക്കാർ പറയുമ്പോൾ ചിലർക്ക് തിരിയില്ല ഇയാൾ എന്താ പറയണത്. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു എവിടുന്നാ ജനിപ്പിച്ചെന്നറിയോ? അമ്പിയാ മുർസലീങ്ങളെ മുതുകത്തൂടിയാ. വല്ല പണി ഉണ്ടായിരുന്നോ? ഇടയിൽ വേറെ കുറെ ആൾക്കാരെ കടത്തിക്കൂടായിരുന്നോ? വേറെ കുറെ ആൾക്കാരെ ഇടയിൽ വെച്ചുകൂടായിരുന്നോ? ഉണ്ടായില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി ഇസ്മാഈലി പരമ്പരയിലൂടെ മഹാന്മാരുടെയും പവിത്ര പുരുഷന്മാരുടെയും ഒന്നുകിൽ അമ്പിയാ മുർസലീങ്ങളുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാക്കളുടെ മുതുകത്തൂടെയാണ് ആമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം കടന്നു വന്നത്. ജീനുകളുടെ കഥയാണ്. മാതാപിതാക്കളുടെ പാരമ്പര്യം മക്കളിലേക്ക് വരുന്നു. എത്ര രോഗം! ഈ ശ്വാസം മുട്ടലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാ? അല്ല, മനുഷ്യനെ കുറെയൊക്കെ അത് പാരമ്പര്യമാണ്. അപ്പൊ അതെങ്ങനെയാണ് മക്കളിലേക്ക് എത്തുന്നത്? അതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ ജീനിന്റെ ഗുണമെത്തുന്നത്? എങ്ങനെയാണ് സെല്ല് വിഭജിക്കപ്പെടുന്നത്? മനുഷ്യന്റെ സെല്ലുകൾ, കോശത്തിന്റെ വിഭജനം. ഒന്ന് ചിരിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് പേശികൾ ചലിക്കണം കോശങ്ങൾ മുഖത്തെ. നിങ്ങളും ഞാനും ഒന്ന് ചിരിച്ചിട്ട്, ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒരാളോട് സംസാരിക്കുമ്പോ ചുണ്ടൊന്നിങ്ങോട്ട് അനങ്ങി കിട്ടാൻ മുഖത്തുള്ള ലക്ഷോപലക്ഷം കോശങ്ങളാണ് ചലിക്കുന്നത്. ആ
ലക്ഷോപലക്ഷം കോശങ്ങൾ ചലിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന് ചിരിക്കാൻ സാധിക്കൂ. ഏതെങ്കിലും കുറെ കോശങ്ങൾ ഇളകാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഭാഗം കുഴഞ്ഞെന്ന്. അതാണ് സംഭവം. കോശങ്ങൾക്ക് പറ്റുന്ന തകരാറാണ്. മനുഷ്യന്റെ സ്ഥിതി അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് അവന്റെ കണ്ണ്, അവന്റെ കാഴ്ച, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. മനുഷ്യന് നാം 2 കണ്ണുകളെ കൊടുത്തില്ലയോ? അവന് നാം 2 ചുണ്ടുകളെ നൽകിയില്ലയോ? അവന് നാം നാവ് നൽകിയില്ലയോ? അള്ളാഹു കണക്ക് പറയാം മനുഷ്യനോട്. ഇതാണോ എന്നോട് ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത്? എന്റെ 2 കണ്ണ് ഇവിടുന്ന് കിട്ടിയതാണ്. ഇവിടുന്ന് കിട്ടിയതാണ് ഈ കണ്ണ്. മരിച്ചാൽ ഏതാനും സമയത്തിന് മുമ്പ് കണ്ണ് ചുഴിഞ്ഞെടുത്താൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണെടുത്ത കുഴിയിൽ കൊണ്ടുപോയി ആ കണ്ണ് ഫിറ്റ് ചെയ്താൽ അയാൾക്ക് ഈ കണ്ണിലൂടെ കാണാൻ സാധിക്കും. സമയം വൈകിപ്പോയാൽ കണ്ണിന്റെ കോശങ്ങൾ ചത്തുപോയി, കണ്ണ് മരിച്ചുപോയി, കണ്ണ് പിന്നെ ഒന്നിനും പറ്റാത്തതായി മാറി. എന്താ ഈ കണ്ണിന്റെ അത്ഭുതം? ഞാൻ എനിക്ക് 2 കണ്ണ് തന്നില്ലേന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നിസ്സാരമായ ചോദ്യമാണോ? 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്റെ മുമ്പിൽ ആ ചോദ്യത്തിന്റെ വില എത്ര വലിയതാണ്. നാം നിനക്ക് 2 കണ്ണുകൾ നൽകിയില്ലയോ? അലം നജ്അൽ ലഹു ഐനൈൻ. അവന് നാം 2 കണ്ണുകളെ വെച്ചു കൊടുത്തില്ലയോ? അവന് നാം 2 കണ്ണുകളെ വെച്ചു കൊടുത്തില്ലയോ? അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. 2 ചുണ്ടുകൾ നൽകിയില്ലയോ? ഒരു നാവും നൽകിയില്ലയോ? ഈ ചുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. സംസാരിക്കണമെങ്കിൽ ചുണ്ട് വേണം. മനുഷ്യന്റെ മുഖത്തിന് സൗന്ദര്യം വേണമെങ്കിലും ചുണ്ട് വേണം. ആ ചുണ്ടിന്റെ അനക്കം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇതെല്ലാ അർത്ഥത്തിലും പ്രവാചക തിരുമേനി വന്നുകൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചു. അന്ത്യപ്രവാചകൻ വന്നുകൊണ്ട് പഠിപ്പിച്ചു. ഹബീബ് വന്നുകൊണ്ട് ലോകത്തെ ധരിപ്പിച്ചു. സത്യത്തിന്റെ പാഠം എന്താണ്? സത്യത്തിന്റെ പാഠം എന്താണെന്ന്, കാലത്തിന്റെ മുദ്രാവാക്യം എന്താണ്, കാലത്തിന്റെ രഹസ്യം എന്താണ്, ഹബീബ് വന്നുകൊണ്ട് ലോകത്തെ പഠിപ്പിച്ചു. അന്ത്യപ്രവാചകൻ ആ കാലത്തിന്റെ വിളിയാളം ലോകത്ത് അവസാനമായി മുഴങ്ങിയത് ഈ അന്ത്യപ്രവാചകനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന് കണക്കറ്റ അനുഗ്രഹങ്ങളും കണക്കറ്റ പദവികളും അല്ലാഹു നൽകി. ആ പ്രവാചകൻ തന്നെ പറഞ്ഞു, അംബിയാ മുർസലീങ്ങൾക്ക് നൽകപ്പെടാത്ത അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, എനിക്ക് മുമ്പുള്ള ഒരൊറ്റ നബിക്കും നൽകപ്പെടാത്ത അനുഗ്രഹങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ വമാഹുവ, ഒന്ന് പറഞ്ഞു തരുമോ? മറ്റുള്ളവർക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങൾ അങ്ങേക്ക് കിട്ടിയത് ഏതാണെന്ന് പറഞ്ഞു തരുമോ? ഹബീബ് അങ്ങ് എണ്ണിപ്പറയാൻ തുടങ്ങി. നുസ്റത്തു ബിർറുഅബി, ഭയാശങ്കകളിലേക്ക് സഹായം നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് എടങ്ങേറ് വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് സഹായം ലഭിച്ചു. നുസ്റത്തു ബിർറുഅബി, എനിക്ക് സഹായം നൽകപ്പെട്ടു. വജുഅൽതു മഫാത്തിഹുൽ അർള്, എനിക്ക് ഭൂമിയുടെ താക്കോലുകൾ നൽകപ്പെട്ടു. അതിന്റെ അർത്ഥം പറയാൻ ഞാൻ യോഗ്യനല്ല. ഭൂമിയുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു.